നമസ്കാരം. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളുടെയും പ്രസിഡന്റുമാർ ഈ ഒരു ഭരണ കാലയളവിൽ തങ്ങളുടെ പഞ്ചായത്തുകളിൽ പ്രാവർത്തികമാക്കിയ ക്ഷേമ വികസന പദ്ധതികൾ കേരള വിഷൻ ന്യൂസിലൂടെ പങ്കുവയ്ക്കുകയാണ്. ഇന്നത്തെ അതിഥികളായി നമ്മളോടൊപ്പമുള്ളത് കണ്ണൂർ ജില്ലയിലെ മലപ്പട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള KP രമണി, അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലയിലെ ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N സജീവൻ എന്നിവരാണ്. എൻ്റെ പഞ്ചായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ണൂർ ജില്ലയിലെ മലപ്പട്ടം ഗ്രാമപഞ്ചായത്തിലേക്കാണ് നമ്മൾ ഇന്ന് ആദ്യം പോകുന്നത്. കേരളത്തിലെ തന്നെ രണ്ടാമത്തെ അതിദരിദ്ര വിമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ച പഞ്ചായത്താണ് മലപ്പട്ടം പഞ്ചായത്ത്. അതുപോലെ തന്നെ ജല ബജറ്റ് പ്രഖ്യാപിച്ച ആദ്യ പഞ്ചായത്ത്, ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് എന്നിങ്ങനെ പഞ്ചായത്തിൻ്റെ വികസന നേട്ടങ്ങൾ നിരവധിയുണ്ട്. വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതിനായി പ്രസിഡന്റ് ശ്രീമതി KP രമണി നമ്മളോടൊപ്പമുണ്ട്. നമസ്കാരം രമണി. ഈ ഒരു ഭരണ കാലയളവിലെ പ്രവർത്തനങ്ങളെ നിരവധിയായ നേട്ടങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു ഭരണ കാലയളവാണ്. അപ്പോൾ ഈ ഒരു ഭരണ കാലയളവിനെ എങ്ങനെ നോക്കിക്കാണുന്നു? തീർച്ചയായും നല്ല നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ പഞ്ചായത്ത് എന്ന് പറയുന്നത് ഏറ്റവും ചുരുങ്ങിയ ചെറിയ പഞ്ചായത്താണ്. 2011 സെൻസസ് പ്രകാരം 9628 ജനസംഖ്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ ഇപ്പൊ വലിയ മാറ്റം, ജനങ്ങളിൽ 10-12,000 ജനസംഖ്യ ഇപ്പം വന്നിട്ടുണ്ട്. അപ്പോ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ച് കേരളത്തില് ഏറ്റവും തനത് വരുമാനം കുറഞ്ഞ ഒരു പഞ്ചായത്ത് നമ്മുടെ മലപ്പട്ടം ഗ്രാമപഞ്ചായത്താണ്. അതുകൊണ്ട് തന്നെ വികസന ഫണ്ട് നമ്മൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. സർക്കാർ തരുന്ന ഗ്രാന്റ്, അതുപോലെ ഗ്യാപ്പ് ഫണ്ട് ഒക്കെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ദൈനംദിന പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത്. എല്ലാ മേഖലകളിലും കേന്ദ്രാവിഷ്കൃത പദ്ധതി ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നാടിന്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടി ഞങ്ങൾ നേതൃത്വം കൊടുക്കുന്നുണ്ട്. എന്തായാലും മറ്റൊരു മേഖലയിലേക്ക് പോവുകയാണെങ്കിൽ, ജില്ലാ തലത്തിൽ മികച്ച ഹരിതകർമ്മ സേനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് മലപ്പട്ടം പഞ്ചായത്തിനാണ്. അതുപോലെ തന്നെ ശുചിത്വ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ബ്ലോക്കിൽ തന്നെ മുന്നിട്ട് നിൽക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് എങ്ങനെയാണ് ഇത്തരം നേട്ടങ്ങൾ കൈവരിച്ചത്? മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് ആദ്യമായിട്ട് തന്നെ 2021 തന്നെ ഒരു DPR തയ്യാറാക്കിക്കൊണ്ടാണ് ഞങ്ങള് അതിന്റെ പദ്ധതി രേഖയുടെ അടിസ്ഥാനത്തിൽ മുമ്പോട്ട് പോയിട്ടുള്ളത്. തുടർന്ന് ഹരിത കേരള മിഷന്റെ സഹകരണത്തോടുകൂടി 13 വാർഡിലും ഹരിത കർമ്മസേനകളെ വിന്യസിച്ചുകൊണ്ട് MCF, അതുപോലെ മിനി MCF, എല്ലാ വാർഡുകളിലും മിനി MCF, ഈ ബോട്ടിൽ ബൂത്ത്, എല്ലാ വാർഡിലും 2 തോതില് ബോട്ടിൽ ബൂത്ത്, അതുപോലെ ബിന്ന് സ്ഥാപനങ്ങൾക്ക്, ഘടക സ്ഥാപനങ്ങൾക്ക്, കച്ചവട സ്ഥാപനങ്ങൾക്ക്, സ്കൂളുകൾക്ക്, അംഗൻവാടികൾക്ക്, എല്ലാ മേഖലകളും ബിന്ന് ഉപയോഗപ്പെടുത്തി ഇതിന്റെ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് അതിന്റെ ബോധവൽക്കരണങ്ങള്, അയൽക്കൂട്ട പ്രഖ്യാപനങ്ങള്, വീടുകളാക്കി പ്രഖ്യാപിക്കല്, വാർഡ് തല പ്രഖ്യാപനം, അതുപോലെ അംഗൻവാടി പ്രഖ്യാപനം, അതോടൊപ്പം ഗ്രന്ഥശാലകളുടെ പ്രഖ്യാപനം, സ്ഥാപനങ്ങളുടെ പ്രഖ്യാപനം തുടങ്ങി പഞ്ചായത്തിന്റെ പ്രഖ്യാപനം നല്ല രീതിയിൽ വീടുകളിൽ ഹരിതകർമ്മസേന പോയിക്കൊണ്ട് വാതിൽപ്പടി സേവനങ്ങൾ നടത്തി വരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് ഈ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു. മാലിന്യ നിർമ്മാർജ്ജന രംഗം പോലെ തന്നെ പഞ്ചായത്ത് വലിയ ശ്രദ്ധ കൊടുക്കുന്ന മറ്റൊരു മേഖലയാണ് കാർഷിക രംഗം. മലപ്പട്ടം ഒരു കാർഷിക ഗ്രാമമാണ്. പ്രധാനമായും നെല്ലും അതുപോലെ തന്നെ റബ്ബറും അടക്കമുള്ള വിളകളാണ് കൃഷി ചെയ്യുന്നത്. കേരഗ്രാമം പോലുള്ള പദ്ധതികൾ നടത്തി വരുന്നുണ്ട്. മറ്റെന്തെല്ലാം പദ്ധതികൾ അല്ലെങ്കിൽ മറ്റെന്തെല്ലാം കൃഷിയാണ് ഗ്രാമപഞ്ചായത്ത് നടത്തി വരുന്നത്? കാർഷിക രംഗത്ത് നേരിടുന്ന വെല്ലുവിളികൾ എന്തെല്ലാമാണ്? കേരഗ്രാമം പദ്ധതിയായി ബന്ധപ്പെട്ട് 700ഓളം കർഷകർക്ക് തെങ്ങ് കേടുവന്നിട്ടുള്ള തെങ്ങ് മുറിച്ചു മാറ്റുന്നതിന് വേണ്ടിയുള്ള ധനസഹായം നൽകുക, അതുവർക്ക് കർഷകർക്ക് ജൈവ വളങ്ങൾ വിതരണം ചെയ്തു, അവർക്ക് ആവശ്യമായ മെഷീനറീസ് നൽകി, അങ്ങനെ അവരെ കർഷകരെ സംരക്ഷിക്കുന്ന രീതിയിൽ മുമ്പോട്ട് വന്നു. നെൽകൃഷി മേഖലകളിലും
ആവശ്യമായ ഫണ്ട് ഉപയോഗപ്പെടുത്തി നെൽകൃഷി മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നു. അതുപോലെ തന്നെ പച്ചക്കറി കൃഷി, ചെറുധാന്യ കൃഷി തുടങ്ങിയിട്ടുള്ള എല്ലാ മേഖലകളിലും കാർഷിക രംഗത്ത് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ കാട്ടുമൃഗ ശല്യത്തിന്റെ പ്രയാസങ്ങള് നെൽകർഷകരെ പുറകോട്ടടിപ്പിക്കുന്ന സ്ഥിതിയുണ്ട്. പക്ഷെ അവരെ കൂടി ചേർത്ത് നിർത്തുന്നതിനു വേണ്ടി, ഇങ്ങനെ ഇത്തരത്തിലുള്ള കർഷകരെ കൂടി ചേർത്ത് നിർത്തുന്നതിന് വേണ്ടി ഞങ്ങൾ ഇതിന്റെ ഭാഗമായി കർഷക രക്ഷാസേന എന്നുള്ള രീതിയിൽ ഷൂട്ടർമാരെ, ലൈസൻസ് ഉള്ള ആളുകളെ ഉപയോഗപ്പെടുത്തി കർഷകർക്ക് ആശ്വാസം നൽകുന്നതിന് വേണ്ടി വിവിധങ്ങളായിട്ടുള്ള പ്ലാനുകൾ നടത്തി വരുന്നുണ്ട്. കാർഷിക മേഖലയോടൊപ്പം തന്നെ ചേർത്ത് വെക്കേണ്ട ഒന്നാണ് ജലസേചനം, അതുപോലെ തന്നെ ജലക്ഷാമത്തെക്കുറിച്ച്. ഈ കാർഷിക വൃത്തിയുടെ ഭാഗമായി എപ്പോഴെങ്കിലും ജലസേചനത്തിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയുണ്ടായിട്ടുണ്ടോ? അതുപോലെ തന്നെ കുടിവെള്ളം ക്ഷാമം പഞ്ചായത്തിൽ അനുഭവപ്പെടുന്നുണ്ടോ? എങ്ങനെയാണ് കുടിവെള്ള പദ്ധതികൾ നടത്തിപ്പോകുന്നത്? കാർഷിക മേഖലകളിൽ ചില പ്രദേശത്ത് കപ്പ കൃഷി ചെയ്തെങ്കിൽ പുഴയോരത്തുള്ള തെങ്ങ് കർഷകരൊക്കെ അവർ പുഴയുമായി ബന്ധപ്പെട്ട് അവർക്ക് പമ്പ് സെറ്റ് ഉപയോഗപ്പെടുത്തി അവർക്ക് കൃഷി ചെയ്യുന്നതിന് ഉള്ള പദ്ധതികൾ ഉണ്ട്. ചില മേഖലകളിൽ ആ രീതിയിൽ നടത്തി വരുന്നുണ്ട്. അതുപോലെ കൃഷി എല്ലാ മേഖലകളിലും നല്ല രീതിയിൽ നടത്തുന്നതിന് വേണ്ടി കർഷകർക്ക് പ്രോത്സാഹനമായി നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഭാഗമായി സൂചിപ്പിക്കാനുള്ളത്. പഞ്ചായത്തിന്റെ ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്നായി പറഞ്ഞതാണ് ജല ബജറ്റ് പ്രഖ്യാപിച്ചത്. ഇത്തരത്തിൽ ഈ ഒരു 100% ജലജീവൻ പദ്ധതി കൈവരിച്ചതിനോടൊപ്പം തന്നെ ജല ബജറ്റ് പദ്ധതി, അല്ലെങ്കിൽ ആ ജല ബജറ്റ് എങ്ങനെയാണ് അതിലേക്ക് എത്തിയത്? ആ ഒരു നേട്ടം, അല്ലെങ്കിൽ എന്താണ് ജല ബജറ്റ് എന്നതൊന്ന് വ്യക്തമാക്കാമോ? ജല ബജറ്റുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് തലത്തിലുള്ള കർമ്മസമിതി രൂപീകരിച്ചുകൊണ്ട് അതിന്റെ ആർപിമാരെ നിശ്ചയിച്ചുകൊണ്ട് പരിശോധന നടത്തി ഒരു കുടുംബത്തിൽ, ഒരു വീട്ടിൽ ഒരാൾ ഒരു ദിവസം ഉപയോഗിക്കുന്ന ജലത്തെ അടിസ്ഥാനപ്പെടുത്തി ഒരു കുടുംബം, അതുപോലെ അത് വാർഡ് തലത്തില്, അത് പഞ്ചായത്ത് തലത്തിൽ അത് എത്രത്തോളം നമുക്ക് ലഭ്യമാകുന്നുണ്ട്, ഒരു വർഷം ഒരു ദിവസം എത്ര ലഭ്യമാകുന്നുണ്ട്, അതിനെത്ര ചെലവ് വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ കണ്ടെത്തിക്കൊണ്ട് വ്യക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ജല ബജറ്റ് നമ്മൾ തയ്യാറാക്കി അത് നമ്മുടെ തളിപ്പറമ്പ് മണ്ഡലത്തിന്റെ ബഹുമാനപ്പെട്ട MLA അത് പ്രഖ്യാപനവും നടത്തി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ജൽജീവൻ മിഷന്റെ ഭാഗമായി 100% കുടിവെള്ള പദ്ധതി മലപ്പട്ടം പഞ്ചായത്തിലെ എല്ലാ വീടുകൾക്കും നൽകുന്നതിന് വേണ്ടി നമ്മൾ പദ്ധതി പൂർത്തീകരിച്ചിട്ടുണ്ട്. അത് 100% കുടിവെള്ള പദ്ധതി പ്രഖ്യാപനവും ജല ബജറ്റിന്റെ പ്രഖ്യാപനവും ബഹുമാനപ്പെട്ട തളിപ്പറമ്പ് MLA പ്രഖ്യാപിക്കുകയുണ്ടായിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിലേക്ക് വരുമ്പോൾ പഞ്ചായത്തിലെ അംഗനവാടികളുടെ പ്രവർത്തനം, കുട്ടികൾക്ക് പോഷകാഹാരങ്ങൾ നൽകുന്നതടക്കമുള്ള ഒരു നവജാത ശിശുക്കളുടെ സംരക്ഷണം അടക്കമുള്ള കാര്യത്തിലും മറ്റും അംഗനവാടിയുടെ പ്രവർത്തനം മികച്ച രീതിയിൽ നടന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ എയ്ഡഡ് സ്കൂൾ മേഖലയിലായാലും പ്രത്യേക പദ്ധതികൾ നടത്തി വരുന്നുണ്ട്. എന്തെല്ലാമാണ് ഇവ? സ്മാർട്ട് ക്ലാസ് റൂമുകൾ അടക്കമുള്ള പദ്ധതികൾ എന്തെല്ലാമാണ്? ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പഞ്ചായത്തിലെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 3 ഭാഗവും പുഴയാൽ ചുറ്റപ്പെട്ടുകൊണ്ട് രാവിലെ തിരിച്ചു പോയാൽ വൈകുന്നേരം വീട്ടിൽ തിരിച്ചു വരാനുള്ള പ്രയാസം കണക്കിലെടുത്ത് പെൺമക്കളെ ദൂരത്ത് മയ്യില് അതുപോലെ ശ്രീകണ്ഠപുരം ഹൈസ്കൂളുകൾ പഠിപ്പിക്കാൻ പ്രയാസമുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ മാറി വലിയ മുന്നേറ്റം നമുക്ക് വിദ്യാഭ്യാസ മേഖലകളിൽ വരാൻ സാധിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഹൈടെക് സ്കൂളുകൾ, സ്ഥാപനങ്ങൾ, ക്ലാസ് റൂമുകളും ഒക്കെ നമുക്കതിന്റെ ഭാഗമായി നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഗ്രന്ഥശാലകൾ 13 വാർഡുകളിലായി 18 ഗ്രന്ഥശാലകളുണ്ട്. ആ ഗ്രന്ഥശാലകളുടെ നേതൃത്വത്തിലൊക്കെ പ്രോത്സാഹന വിദ്യാഭ്യാസ രംഗത്തും കായിക രംഗത്തും ഉള്ള ഇടപെടൽ പ്രോത്സാഹനങ്ങൾ പഞ്ചായത്തുമായി സഹകരിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ അംഗൻവാടികളിൽ ഉള്ള പോഷക ആഹാരങ്ങൾ കൊടുക്കുന്നതിന്, അതുപോലെ അഡോൾസ് വിഭാഗം കുട്ടികൾക്ക് ഉൾപ്പെടെ പോഷകാഹാരം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ നമ്മൾ കൃത്യമായി വകയിരുത്തുന്നുണ്ട്. ആ രീതിയിൽ എല്ലാ അംഗൻവാടികളും നല്ല രീതിയിൽ, മെച്ചപ്പെട്ട രീതിയിൽ പോകുന്നതിന് വേണ്ടി നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ച് കൂട്ടായ ഇടപെടലിന്റെ ഭാഗമായി സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. ആരോഗ്യ മേഖലയിലേക്ക് വരികയാണെങ്കിൽ ഏതാണ്ട് 112ഓളം കിടപ്പ് രോഗികൾക്ക് സാന്ത്വന പരിചരണം
നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ആയുർവേദ ഹോമിയോ മേഖലകളിലും മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ. ഇത്തരത്തിൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ആളുകൾക്ക് സഹായ ഉപകരണങ്ങളുടെ വിതരണങ്ങൾ അടക്കമുള്ള പ്രവർത്തനങ്ങൾ പഞ്ചായത്തിൽ കൃത്യമായി നടത്തി വരാൻ സാധിക്കുന്നുണ്ടോ? ആയുർവേദത്തെ സംബന്ധിച്ച് വെൽനസ് സെന്ററായി ഇപ്പം ഉയർത്തിയിട്ടുണ്ട്. 30 ലക്ഷത്തിന്റെ കെട്ടിടം ഇപ്പം അതിന്റെ ഉയർച്ചയിലേക്ക് അത് തുടക്കം കുറിക്കാൻ പോവുകയാണ്. ആയുർവേദ മേഖലയിൽ നമ്മൾ വാർഡ് അടിസ്ഥാനത്തിൽ നമ്മൾ ക്യാമ്പ് വെച്ചുകൊണ്ട് തന്നെ സൗജന്യമായി മരുന്ന് നൽകുകയും ഡോക്ടർ പരിശോധിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് വാർഡ് തലത്തിൽ വരുന്നുണ്ട്. അതുപോലെ ആയുർവേദത്തിന് പുറമെ അലോപ്പതി ആ രീതിയിൽ നടത്തി വരുന്നുണ്ട്. ഹോമിയോ രീതിയിൽ തന്നെ വരുന്നുണ്ട്. മാസത്തിൽ നമ്മുടെ പാലിയേറ്റീവിന്റെ ഭാഗമായിട്ട് തന്നെ 1 മാസം 2 തവണ ഒരു വീട്ടില് കയറി അവര് ഡോക്ടർമാരുടെ സേവനം വേണ്ടുന്നെടുക്കുക. അത്തരത്തിലുള്ള സേവനം അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വീൽ ചെയർ ആയാലോ കട്ടിലായാലോ കിടക്കയായാലോ ഏത് വേണമെങ്കിലും കൊടുക്കുന്നത് അവർക്ക് ആവശ്യമുള്ളത് കൊടുത്തു വരുന്നുണ്ട്. അവരുടെ സന്തോഷം എന്നുള്ള രീതിയിൽ അവരെ കുടുംബത്തിനെ അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ട് വയോജന കുടുംബ സംഗമം വരെ നടത്തി വരാറുണ്ട്. എല്ലാ മേഖലകളിലും അവരെ സംരക്ഷിക്കുന്നുണ്ട്. അതുപോലെ മാസത്തില് ഓരോ വാർഡിലും കേന്ദ്രീകരിച്ച് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ തുടങ്ങിയവ സൗജന്യമായി നോക്കി ഇത്തരത്തിലുള്ള സേവനങ്ങളൊക്കെ അവർക്ക് വേണ്ടി ചെയ്തു വരുന്നുണ്ട്. സ്ത്രീ ശാക്തീകരണ രംഗത്ത് കുടുംബശ്രീയും അതുപോലെ തന്നെ അയൽക്കൂട്ടം, തൊഴിലുറപ്പ് പോലുള്ള പ്രസ്ഥാനങ്ങളിലൂടെ സ്വയം തൊഴിൽ സംരംഭങ്ങൾ നൽകുന്നതും അതുപോലെ തന്നെ ജോലിക്ക് പോകുന്നവർക്ക് ഒരു സഹായം എന്ന നിലയ്ക്ക് ഗതാഗത സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതും അടക്കമുള്ള പ്രവർത്തികൾ പഞ്ചായത്ത് ഏറ്റെടുത്ത് നടത്തി വരുന്നുണ്ടോ? ഗതാഗത സൗകര്യം നമ്മളിപ്പം നമ്മുടെ നാട്ടിന് അവികസിത കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പം വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. ഒരു 100% കുടുംബങ്ങൾക്കും ഇപ്പം ഒരു 100 മീറ്റർ ദൂരത്തിലായി ഇവിടെ വാഹന സൗകര്യമുള്ള ഒരു നാടായി നമ്മുടെ പഞ്ചായത്ത് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മളെ പണിയെടുക്കുന്ന ഇവരെ ഇതിന്റെ ഭാഗമായിട്ടുള്ള തൊഴിലുറപ്പ് സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്ത്രീ പദവി പഠനരേഖ തയ്യാറാക്കി അത് പ്രഖ്യാപിച്ചു. അപ്പോൾ അതിന്റെ ഫലപ്രദമായ ഉപയോഗം എന്ന് പറയുന്നത് ഭാവിയിൽ നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾക്ക്, യുവതികൾക്ക് അവർക്ക് ആവശ്യമായ അവര് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പദ്ധതികൾ എടുത്തുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കും. തൊഴിൽ സംരംഭങ്ങളാണെങ്കിൽ വ്യവസായ വകുപ്പിന്റെ സഹകരണത്തോടുകൂടി 87 സംരംഭങ്ങൾ നമ്മൾ ചെറുകിട വ്യവസായങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി നിരവധി ജോബ് സ്റ്റേഷൻ പ്രവർത്തിച്ചുകൊണ്ട്, അതായത് തളിപ്പറമ്പ് MLA നേതൃത്വത്തിൽ തളിപ്പറമ്പ് മണ്ഡലത്തിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും ജോബ് സ്റ്റേഷൻ തുടങ്ങി നമുക്ക് അഭ്യസ്തവിദ്യരായ യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ പഞ്ചായത്തിലും ആ ജോബ് സ്റ്റേഷന്റെ പ്രവർത്തനം നടത്തി വരുന്ന 60 പേരോളം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ 32 പേർക്കും വിവിധ തരത്തിലുള്ള കമ്പനികളിൽ ഒക്കെ അവരെ വിദ്യാഭ്യാസ യോഗ്യതക്കനുസരിച്ചിട്ടുള്ള ജോലികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അഭിമാനകരമായ മുന്നേറ്റം. അതുപോലെ തന്നെ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട്, തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് ശാക്തീകരണത്തിന്റെ ഭാഗമായി അവരെ എല്ലാ മേഖലകളിലും കൈവരിച്ച രീതിയിലാണ്. എന്തിനേറെ ഓട്ടോറിക്ഷ ഓടിക്കാൻ വരെ അവര് തയ്യാറായി, അവർക്ക് പദ്ധതി വെച്ചു കൊടുത്തു. ആ രീതിയിലേക്ക് നമുക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും വലിയ മുന്നേറ്റങ്ങൾ മലപ്പട്ടം ഗ്രാമപഞ്ചായത്തിന് ഈ ഒരു കഴിഞ്ഞ കാലയളവിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി ഒരു വരും കാലയളവിലേക്കായി എന്തെങ്കിലും ഭാവി പദ്ധതികൾ പഞ്ചായത്ത് ഏറെ കാലമായി പൂർത്തീകരിക്കാൻ ആഗ്രഹിച്ചിട്ടുള്ള സ്വപ്ന പദ്ധതികൾ, അത്തരത്തിൽ ഭാവിയിലേക്കായി എന്താണ് കരുതി വെച്ചിട്ടുള്ളത്? ഭാവിയിലേക്ക് കരുതി വെച്ച നമുക്കിപ്പം പഞ്ചായത്ത് എന്നുള്ള രീതിയിൽ തനത് വരുമാനം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആ തനത് വരുമാനത്തിന്റെ ഭാഗമായി നമുക്കൊരു വ്യവസായം, അതിന് സർക്കാരിന്റെ സഹകരണം കൂടി ആവശ്യമുണ്ട്. ആ രീതിയിൽ സർക്കാരിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ MLA ആയിട്ട് ബന്ധപ്പെടുന്നുണ്ട്, വ്യവസായ വകുപ്പുമായിട്ടെല്ലാം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു വ്യവസായ സ്ഥാപനം വേണം എന്നെങ്കിൽ മാത്രമേ നമ്മുടെ പഞ്ചായത്തിന് ഒരു തനത് വരുമാനം വരാൻ സാധ്യതയുള്ളൂ. അതുപോലെ തന്നെ ഒരു കളിസ്ഥലം, പഞ്ചായത്ത് കളിസ്ഥലമുണ്ട്, ഗ്രൗണ്ട് ഉണ്ട്. ആ ഗ്രൗണ്ട് അതൊരു
സ്റ്റേഡിയം എന്നുള്ള രീതിയിലേക്ക് ഉയർത്തി കൊണ്ടുവരുന്നതിന് വേണ്ടി MLA-യുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഭാവി വരുന്ന നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്ക് അതൊക്കെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ അവസരം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങളെ സംബന്ധിച്ച്. ശരി ശ്രീരമണി, എന്തായാലും ഇത്തരത്തിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ തുടർന്നു കൊണ്ടുപോകാൻ വരും കാലയളവിലും സാധിക്കട്ടെ. ഈ പറഞ്ഞ ഭാവി പദ്ധതികളെല്ലാം തന്നെ പ്രാവർത്തികമാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി ശ്രീരമണി.